ഇവിടുന്ന് ഇന്ന് ഞങ്ങളെ അടുത്തായിട്ട് തന്നെ ഒരു ചെടിപ്പ് കൃഷിയുണ്ട്, അത് കാണിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ സ്കൂള്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ വാനിലാണ് പോകുന്നത് കേട്ടോ. അപ്പം വരുമ്പോൾ നല്ല പാട്ട് കൂട്ടുക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകളിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇവിടുത്തെ പഞ്ചായത്തിലെ ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണ് ഇത്, ചെരുപ്പ് കൃഷി. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ചിങ്ങം 1 കർഷക ദിനമായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ അഖിലേഷ് മാഷ് ഇന്നത്തെ പ്രത്യേകതകളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സ്ഥലപ്പേര് എടോളി പറമ്പത്ത് അമ്പലക്കണ്ടി എന്ന സ്ഥലത്താണ്. സന്ദനമേറവകുവക പുത്തുറുക്ക് പൂപ്പറിക്ക പോകിലാമോ വിമേനാത്തെ പക്കിലമ്മോ കളക്കാത്ത സന്ദനമേറവകുവക പുത്തുറുക്ക് പൂപ്പറിക്ക പോകിലാമോ വിമേനാത്തെ പക്കിലമ്മോ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 കളക്കാത്ത സന്ദനമേറവകുവക പുത്തുറുക്ക് പൂപ്പറിക്ക പോകിലാമോ വിമേനാത്തെ പക്കിലമ്മോ ചേച്ചിമാരോട് നമുക്ക് ഇതിനെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. 11ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ്, അതുപോലെ കുടുംബശ്രീ അംഗങ്ങളുമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വാർഡ് മെമ്പർ പ്രതീക്ഷയുടെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തത്. പ്രതീക്ഷയുടെ നല്ല സപ്പോർട്ടാണ് തന്നത്. അതുപോലെ പെരുമണ്ണ കൃഷി ഭവൻ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. അതുപോലെ തൊഴിലുറപ്പ് സെക്ഷനിലുള്ള തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥന്മാരും നല്ല സപ്പോർട്ടാണ്. പൊതുവെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഈ കൃഷിക്ക് നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ തവണ ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. ഇതുപോലെ ഈ തവണ ഞങ്ങൾ 160 തൊഴിൽ ദിനങ്ങൾ ഞങ്ങൾക്ക് ഈ ചെട്ടി കൃഷിക്ക് വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തൈകളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വെള്ളന്നൂരിൽ നിന്നാണ് കൊണ്ടുവന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വിത്ത് എത്തിച്ചിട്ട് വെള്ളന്നൂരിൽ നിന്ന് തൈകളാക്കിയിട്ട് തൈ ഒന്നിന് 3.5 രൂപ തോതിൽ തൈ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നട്ടിരിക്കുന്നത്. അങ്ങനെ ബാക്കി തൊഴിലാളികളുടെ അധ്വാനം കൂടിയാണ്. പ്രതീഷ് മെമ്പറെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളത്. മെമ്പറെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നല്ലൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. മറ്റൊരു വരുമാനമാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കണം, കാണാൻ വരുന്നതും ഒക്കെയാണ്. പെരുമണ്ണ പഞ്ചായത്തിലെ ആളുകൾ നമ്മുടെ കൃഷി ചെട്ടിപ്പൂ തന്നെ ഉപയോഗിച്ച് ആക്കട്ടെ എന്നുള്ള, ഓണം പൊളിക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഓക്കെ ഓക്കെ. ഈ ഒരു സംരംഭം തുടങ്ങിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടട്ടെ. എല്ലാവരും ഇവിടെ വരിക, എല്ലാവരും ഒന്ന് കാണുക, ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പിക്ചൊക്കെ എടുത്ത് പോവുക. അപ്പോൾ താങ്ക് യു. നല്ലൊരു വിളവെടുപ്പും അതിനനുസരിച്ചുള്ള സമ്പാദ്യം ഇവർക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ കൂടുതൽ വിവരണത്തിനായി നമുക്ക് ഇവിടുത്തെ വാർഡ് മെമ്പറെ ഒന്ന് പരിചയപ്പെടാം. സംരംഭം തുടങ്ങാൻ കാരണം എന്താണ്? ഇങ്ങനെ സംരംഭം തുടങ്ങാൻ കാരണം നമ്മളുടെ തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളത്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാക്കുക എന്നുള്ളൊരു മാർഗ്ഗമാണ് ഇതിൽ കൊടുക്കുന്നത്. 166 തൊഴിൽ ദിനങ്ങൾ അവർക്ക് ഉണ്ടാക്കി. ആ 166 തൊഴിൽ ദിനങ്ങൾ അവർക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ പുതിയൊരു പ്രോഡക്റ്റ് ഈ നാട്ടിൽ സാധ്യമാവും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു പ്രൊഡക്ഷൻ തുടങ്ങിയത്. ഇങ്ങനെയല്ല, ഇത് കാട് പിടിച്ച് കിടക്കുന്ന
തരിശിട്ട ഒരു ഭൂമിയാണ്. ആ തരിശിട്ട ഭൂമിയെ നമ്മുടെ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വൃത്തിയാക്കി കൃഷിയോഗ്യമാക്കി. ആ കൃഷിയോഗ്യമാക്കി മാറ്റിയതിൻ്റെ ഭാഗമാണ് ഈ വിളഞ്ഞു കിടക്കുന്ന ഈ പാടം മുഴുവൻ. ഒന്നോ രണ്ടോ പറയാം. ഞാൻ എല്ലാവരും നടക്കുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പലതും വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടുണ്ടാക്കാൻ, അങ്ങനെ അടുക്കളത്തോട്ട് നിർമ്മിക്കുകയും അതിന് ചുറ്റും വളവും ഒക്കെ നമ്മൾ കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ആ വീടുകളിൽ നിന്നും ഏറ്റവും മികച്ച 5 കർഷകരെ കണ്ടെത്തുകയും ആ 5 കർഷകർക്ക് ഒരു അവാർഡ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർഷവും ആ അവാർഡ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ മികച്ച കർഷകർക്ക്, അടുക്കളത്തോട്ടത്തിലെ മികച്ച കർഷകർ. അതുപോലെ തന്നെ കഴിഞ്ഞ വിഷുക്കാലമായപ്പോൾ, കഴിഞ്ഞ ഇവിടെ അടുത്ത് കണിയാണപ്പാണെന്ന് പറയും, ഈ വാർഡിൽ തന്നെ ആ വാർഡിൽ 2 ഏക്കർ ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്തു. അങ്ങനെ കൃഷി ചെയ്തപ്പോൾ അതും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ഗ്രൂപ്പാണ്, 15 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അവരെ കൊണ്ട് നമ്മൾ കൃഷി ചെയ്യിച്ചപ്പോൾ വലിയ ജൈവ കൃഷികൾ നമുക്ക് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ അവർക്ക് വലിയ സാമ്പത്തിക സഹായം കിട്ടി. അവർ 300 ആളുകൾക്ക് 300 ദിനങ്ങൾ, തൊഴിൽ ദിനങ്ങൾ അവർക്ക് കിട്ടി. അപ്പോൾ ആ തൊഴിൽ ദിനങ്ങൾ കിട്ടിയപ്പോൾ തൊഴിലോടൊപ്പം തന്നെ അവർക്ക് സമ്പാദ്യം കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ലാഭം, വിറ്റ ലാഭം കിട്ടി. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും അതുപോലെ കൃഷിഭവൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് സഹായങ്ങളും കിട്ടി. വലിയ തരത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മളെ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നെല്ലും മീനും എന്നുള്ളൊരു പദ്ധതി. പക്ഷേ ഈ മലബാർ ഭാഗത്ത് ഇതുവരെ കാണാത്തൊരു പദ്ധതിയായിരുന്നു ആ പദ്ധതി. അത് നെല്ലും മീനും ഒരുമിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു. അത് വലിയ വിജയം നേടി. അതോ അതിൻ്റെ ഭാഗമായിട്ട് അത് വിളവെടുപ്പ് പരിപാടി ദിവസം തന്നെ നമുക്ക് ഒരു ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിളവെടുപ്പായിരുന്നു. ആ വിളവെടുപ്പ് എല്ലാ വൈകുന്നേരങ്ങളിലും നമ്മൾ നാടൻ വിഭവങ്ങളടങ്ങി പനങ്കഞ്ഞി, പുട്ട്, കപ്പ ഇതൊക്കെ വെച്ചിട്ട് വൈകുന്നേരങ്ങൾ നമ്മൾ ഭക്ഷ്യമേള നടത്താൻ കഴിഞ്ഞു. ഇതൊക്കെ ജനങ്ങളിൽ ജനകീയ പിന്തുണയോട് കൂടിയിട്ടാണ് ഇതൊക്കെ നടത്തിയത്. എല്ലാ മനുഷ്യരും കൂട്ടി യോജിപ്പിച്ചാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് എല്ലാ പദ്ധതികളും ചെയ്തത്. അല്ലാതെ സർക്കാരിൻ്റെ വലിയ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങളെ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് സഹായങ്ങൾ നമുക്ക് തരും. ആ സഹായങ്ങൾ അവരുടെ അധ്വാനം, അവരുടെ കുറേ കഴിവുകളൊക്കെ ഉണ്ട്. ആ കഴിവിനൊക്കെ തട്ടി പരിപോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പദ്ധതികളൊക്കെ വിവരമായിട്ട് വിജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അനുഭവം അതാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സർക്കാർ എനിക്ക് വേറിട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു അവാർഡ്, സംസ്ഥാന തലത്തിലുള്ളൊരു അവാർഡ് എനിക്ക് കിട്ടിയത്. 2019 എനിക്ക് അങ്ങനത്തെ അവാർഡ് കിട്ടിയത് വേറിട്ട പ്രവർത്തനങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് വേറിട്ട പ്രവർത്തനങ്ങൾ നമ്മളന്ന് നടത്തിയിട്ടുണ്ട്. ഈ വാർഡിനകത്തും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയും ജനങ്ങളുടെ സഹായമാണ്. ജനങ്ങളാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മത ജാതി ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും കുത്തി യോജിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ നയം, പഞ്ചായത്തിൻ്റെ നയം. അല്ല, കുട്ടികളെന്ന നിലയ്ക്ക് പിന്നെ ഒരു കാര്യമല്ലോ, ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ വന്നു. പല സ്കൂൾ, EMS ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുമൺ LP സ്കൂൾ, പൈടി മേത്തൂർ സ്കൂൾ ഒക്കെ കുട്ടികൾ ഇവിടെ വരുന്നു, കാണുന്നു. അതുപോലെ നാട്ടിൽ പെരുമണ്ണയിലുള്ള കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇവിടെ വരുന്നു. അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഇങ്ങനെ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാവരും ഇവിടെ വരുന്നു, കാണുന്നു. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലതും നടക്കും. മനുഷ്യർ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും നടക്കും. അതുകൊണ്ട് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ വേറൊരാളാവരുത്, വേറിട്ടൊരാളായി മാറും. വേറിട്ടൊരാൾ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് സ്വന്തമായൊരു അഭിപ്രായം ഉണ്ടാവണം. ഏത് കാര്യത്തിൽ ഒരു നിലപാടുണ്ടാവണം. അതോടൊപ്പം മറ്റുള്ളവരെ കേൾക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, കേൾക്കുകയും വേണം. അവർ ചിന്തിക്കുന്നതിനേക്കാൾ മുകളിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കുവാനും അത് പ്രാവർത്തികമാക്കാനുള്ള കഠിനമായ പ്രയത്നവും വേണം. ചിന്തകൾ, കഠിനമായ ചിന്തകൾ നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ശരീരം ഫ്ലെക്സിബിളും അതോടൊപ്പം ചിന്തകൾ കഠിനവും ദൃഢമായ തീരുമാനമെടുക്കാൻ കഴിവുള്ള കുട്ടികളായിട്ട് നിങ്ങൾക്ക് മാറട്ടെ. അങ്ങനെ മാറാൻ കഴിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഉപദേശമല്ല, എനിക്ക് തോന്നുന്ന ഒരു കാര്യം ആണ്. അതുകൊണ്ട്
ഞാൻ പൂവാണ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ പൂവല്ല ഉണ്ടാക്കേണ്ട, അതിനേക്കാൾ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിനേക്കാളും മനോഹരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ആലോചന നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം എന്നാണ് പറയാനുള്ളത്. വിലപ്പെട്ടൊരു സമയം നമുക്കായി ചിലവഴിച്ചതിന് സ്നേഹം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത പിക്സാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.